ഹലോ എവരി വൺ, ഇറ്റ്സ് മീ സബിത ചാൾസ് ഫ്രം പൂത്തിരൻസ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കാനും അതുപോലെ തന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടവരൊക്കെ അറിഞ്ഞു കാണും, നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നതായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ചെയ്ത സമയം മുതൽ എൻ്റെ സ്റ്റാഫ്സും ഒക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത്, നമുക്കിതൊന്ന് സോഷ്യൽ മീഡിയയിലേക്ക് എന്താ പറയുക ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്കങ്ങനെ പറയാനുള്ളൊരു എന്താ പറയുക, അതിങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് അത് പബ്ലിക്കലി നിങ്ങളത് ഏറ്റെടുത്തിട്ടില്ലെങ്കിലോ അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾ കൊണ്ട് എനിക്കത് പറയാനൊരു ബുദ്ധിമുട്ടായിരുന്നു. എനിവേ ഇപ്പോൾ നമുക്ക് എൻ്റെ കൂടെയുള്ള കുറേ പിള്ളേർ വളരെ ക്രിയേറ്റീവായിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് അങ്ങനെ ചെയ്താലോ. 2-3 മാസമായിട്ട് അവർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചുകൂടി കഴിയട്ടെ, നമുക്ക് പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വന്ന് ഇപ്പം ഞാൻ ജയ്പൂരിലുള്ള കളക്ഷൻ എടുക്കാൻ പോയതിൻ്റെ വീഡിയോ ചെറുതായിട്ട് നമ്മൾ ബണ്ടിൽ ഓപ്പൺ ചെയ്യണതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് വന്നു. അന്ന് നമുക്ക് അങ്ങനെ ചെയ്തു തുടങ്ങാം. അപ്പോൾ പുതിയ കളക്ഷൻ വന്നപ്പോൾ ഞാനത് ഇന്നലെ മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടവർക്ക് അറിയാം, എൻ്റെ മുഖത്ത് അത് പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ചമ്മൽ പോലെ. എനിക്കത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ അടുത്ത് പറയാമെന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ അതിനകത്ത് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ഇത്രത്തോളം നിങ്ങളത് ഏറ്റെടുക്കുമെന്നും അതുപോലെ ഇത്ര കമൻസ് വരുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഭാഷയിൽ വളരെ നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് കമൻറ്റ് വരാറുണ്ട്, കമൻറ്റ് ഇല്ല എന്നല്ല പറയുന്നത്. ചിലപ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരുപാട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പറയും നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണ്, അപ്പോൾ അവരുടെ കമൻറ്റ് വരാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് നമുക്ക് വാട്സാപ്പിൽ റിപ്ലൈ വന്നിട്ടില്ല, അങ്ങനെയുള്ള കമൻറ്റ്. പക്ഷെ ഇത്രയധികം എന്താ പറയുക, ഇപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ആർക്കായാലും നോക്കിയാൽ കാണാൻ പറ്റും, ഞങ്ങൾ സ്ഥിരം പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ടതാണ്, മെറ്റീരിയൽ നല്ലതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം നമുക്കതൊരു ചെറിയൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് വന്നത്. വളരെയധികം നന്ദിയുണ്ട് നിങ്ങൾ അതിൽ സപ്പോർട്ട് ചെയ്തതിൽ. അപ്പോൾ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മളിപ്പോൾ ചെയ്തത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊന്നും നമുക്കങ്ങനെ പെട്ടെന്ന് തോന്നിയില്ല. എങ്കിലും ഈ ആഴ്ചയുടെ അവസാനം ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്യാമെന്നാണ് ആദ്യം ചിന്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതെല്ലാം സാറ്റർഡേ ഈവനിങ്ങിലാണ് നമ്മൾ ഈ ഒരാഴ്ച, ഇന്ന് ബുധനാഴ്ച മുതൽ ഉള്ള വീഡിയോ ഡേയിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതല്ല, കുറച്ചും കൂടെ എല്ലാ ആഴ്ച അവസാനം അല്ലാതെ നമുക്ക് എല്ലാ ഡേയ്സിൽ ഗിവ് അവേ ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ എന്നൊരു പ്ലാനിങ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അതൊക്കെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം, വാട്സാപ്പിലേക്കൂടെ അറിയിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ പേജിൽ മെസ്സേജ് ചെയ്യാം, അങ്ങനെയെല്ലാം ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഞാനിപ്പോൾ ഓൺലൈനിൽ കാണിക്കുന്ന പ്രൊഡക്റ്റ് കൂടാതെ ഒരുപാട് കളക്ഷൻ, ഇപ്പം ഞാൻ ജയ്പൂരിൽ നിന്ന് എടുത്ത കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ 25,000+ ആണ് ഇപ്രാവശ്യം മാത്രം നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക്. അപ്പം അത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. കുറേ പേര് കംപ്ലൈൻറ്റ് പറയുന്ന കാര്യമാണ്, ഓൺലൈനിൽ മാത്രമാണ് ഒരു പ്രൊഡക്റ്റ് ഉള്ളൂ, ഷോപ്പിൽ ചെല്ലുമ്പോഴേക്കും അത് കാണാൻ കിട്ടുന്നില്ല എന്നുള്ളത്. അത് സത്യത്തിൽ ഓൺലൈനിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഔട്ട് ആകുമ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അത് ഓൺലൈനിലുള്ള ആ ചാറ്റിലെ സാധനം തീർന്നു പോകുന്നതല്ല, നമ്മൾ ആരും പറ്റിക്കണതൊന്നുമല്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് കുറേ അധികം കളക്ഷൻസ് നമ്മുടെ റാക്കിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള കാര്യം, നമ്മുടെ ടൈം ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ എല്ലാ ദിവസവും മോർണിംഗിലായിരുന്നു നമ്മുടെ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ ഇനി അതെല്ലാം ഈവനിങ്ങിലേക്ക് തന്നെ മാറ്റുകയാണ്. അതായത് 7 o'clock മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആവുക. അപ്പം ഇന്നിപ്പോൾ വെൻസ്ഡേ ആണല്ലോ, ഇന്നിപ്പോൾ രാവിലെ വീഡിയോ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടാതെ ഇന്ന് മുതൽ വൈകുന്നേരം 7 മണി മുതൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഫേസ്ബുക്ക്, യൂട്യൂബ് 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വീഡിയോസ് 7 മണി മുതലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സ്റ്റാഫ് എല്ലാവരും രാവിലെയാണല്ലോ ഈ മെസ്സേജ് കാണുക, റിപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയാണ്, പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മെസ്സേജ് ഇട്ടേക്കുക. രാവിലെ 9:30 ആകുമ്പോൾ സ്റ്റാഫ് അത് ഓപ്പൺ
ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഓർക്കണേ, രാവിലെ അല്ല ഇനി മുതൽ നമ്മുടെ മെസ്സേജ് വരുന്നത്, വീഡിയോ വരുന്നത് രാത്രി ആയിരിക്കും. അതുപോലെ അത് കൂടാതെ നമ്മുടെ ഡേ ടൈമിൽ ഇപ്പോൾ ഞാൻ ഷോപ്പിനകത്ത് വെച്ചിട്ടൊക്കെ കുറച്ചും കൂടെ കളക്ഷനൊക്കെ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ഇത്രയും നാളത്തെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ്. തുടർന്നും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഗീവ് അവയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.